നമസ്കാരം. ഗാദി സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അർത്തുങ്കലാണ്. ഇതിനുണ്ടപ്പോൾ സാർ അർത്തുങ്ക പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ മനോഹരമായൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പള്ളി കണ്ടു, ഇനി അർത്തുങ്കൽ ബീച്ച് കാണാൻ പോകും. ബീച്ചിലേക്കുള്ള വഴിയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ബീച്ചിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. അതായത് അർത്തുങ്ക പള്ളിക്ക് നേരെ എതിർവശത്തുള്ള റോഡ്. ആ റോഡ് സൈഡിൽ ഒരുപാട് നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ ഏതായാലും ഇവിടെ എത്തിയത്. ആൾ വളരെ കുറവാണ്. മീൻപിടുത്തക്കാരിങ്ങനെ വലയൊക്കെ സെറ്റാക്കുന്നുണ്ട്. കുറേ ചേച്ചിമാർ ഈ കടൽ തീരത്തുള്ള വേസ്റ്റുകളൊക്കെ മാറ്റി ഇവിടെ നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പൊ അധികം ആളൊന്നും വന്നിട്ടില്ല. നല്ല വെയിലിന്റെ സമയമാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വെയിൽ മാറും. അപ്പൊ ആൾക്കാരൊക്കെ ഉണ്ടാവും ബീച്ചില്. ഇപ്പൊ വലിയ ആളൊന്നുമില്ല. ഞങ്ങൾ ഇപ്പൊ ആദ്യം വന്നത്. നല്ല വെയിലാണ്. ബീച്ചിലോട്ട് ഇറങ്ങിയില്ല. ഞങ്ങളിങ്ങനെ മണലിക്കോട് ഇങ്ങനെ നടക്കുകയായിരുന്നു. രസമുണ്ട് ഇവിടെ. ആൾത്തിരക്ക് ഒഴിഞ്ഞ ബീച്ചിലൂടെയുള്ള നടത്തമുണ്ടല്ലോ, അതൊരു സുഖമാട്ടോ. ഈ അർത്തുങ്കൽ ബീച്ചിലെ ഒരു അടിപൊളി കാഴ്ച ഇതാണ് കേട്ടോ. ഇവിടെ ഒരു ചൂളമരക്കാടുണ്ട്. നല്ല വെയിൽ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ചൂളമരക്കാടിനകത്ത് തണലത്തിരിക്കാം. പക്ഷേ ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. ഏതായാലും ആ ചൂളമരക്കാട്ടിനകത്തിൽ കുറച്ച് നേരം നടക്കണമെന്ന് അപ്പൂസും ഭാവിയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നീങ്ങിയാണ്. ഇതിനകത്ത് ഒരുപാട് കിളികളുണ്ട് കേട്ടോ. ഇവിടെ ഈ മരത്തിലൊക്കെ ഈ ചെറിയ തൊട്ടിലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. തുണി കൊണ്ടുള്ള തൊട്ടിലുകളൊക്കെയാണ്. ചെറിയൊരു ടെൻറ്റ് പോലെയൊക്കെ ഉണ്ട്. കണ്ടിട്ട് ഈ നാടോടികളൊക്കെ ഇതിനകത്ത് വിശ്രമിക്കുന്നതോ വൈകിട്ട് സ്റ്റേ ചെയ്യുന്നതൊക്കെയാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒരു ഷെൽട്ടർ ഭയങ്കര ഭംഗിയുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ നിലം മുഴുവൻ ഈ ചൂളമരത്തിൻ്റെ ഇല വീണ്, ഉണങ്ങിയ ഇല വീണ് ഇങ്ങനെ മെത്ത പോലെ കിടക്കുക. അടിപൊളിയാണ്. രണ്ട് പിള്ളേർ അവിടുന്ന് റീൽസ് എടുക്കുമായിരുന്നു. നല്ല ഡാൻസായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ നിന്ന് കണ്ടു. ആ സമയത്തേക്ക് ഒരുപാട് ആളുകൾ അവിടെ ആയി കേട്ടോ.
ഒരു മീൻ കയറി വന്നാണ്, ഒരു മീൻ കയറി വന്നാ അവിടെ കയ്യിരിക്കുന്നത്. മത്തി കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവിടെ കയ്യിരിക്കുന്നുണ്ടോ. രണ്ടെണ്ണം കയറി വന്ന് ഒരെണ്ണത്തിനെ പിടിക്കാൻ പറ്റുള്ളൂ. ഓടി ചെന്നപ്പോഴത്തേക്ക് ഒരെണ്ണം പോയി. കുറേ മീൻ കയറി കരയ്ക്ക്. അന്നേരത്തെ കൊക്കെല്ലാം കൂടെ പറന്നു വന്നിരിക്കുക. അവർ വലയിറക്കാനുള്ള ഒരു ശ്രമമാണ്. ഇപ്പം ഞങ്ങൾ കുറേ നാളുകൾ കൂടി അർത്തിങ്കലേക്ക് വന്നത്. നേരത്തെ ഇവിടെ ആലപ്പുഴയ്ക്ക് അടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നേരം പോക്കിന് വേണ്ടിയിട്ട് വെറുതെ ആലപ്പുഴ കറങ്ങാൻ വരുമായിരുന്നു. അപ്പോൾ ഒത്തിരി നാൾ കൂടിയാണ് വരുന്നത്. ഇത്രയ്ക്ക് പെരുന്നാളിന് വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നത് കൊണ്ട് നമുക്ക് ബീച്ചിലേക്കെങ്ങും വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം വലിയ ആൾത്തിരക്കും ബഹളവും ഒന്നുമില്ല. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഒട്ടും ആളുകൾ ഇല്ലാത്തൊരു ഭാഗമാണ്. അപ്പുറത്തെ സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൂസിനും ഭാവിക്കും എല്ലാം. ഇവിടെ ഈ ബീച്ചും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. ബീച്ച് കടലിൻ്റെ തീരമാണെങ്കിലും മണലൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് കിടക്കുക. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ കാറ് കൊടുത്തതിന് ശേഷം എങ്ങനെ വ്ളോഗ് എടുക്കാൻ പോകും എന്നുള്ളതിനെക്കുറിച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിൽ കയറി പോയി വ്ളോഗ് എടുത്താലോ എന്നൊരു ആലോചന ഇങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് കാറേ വരുമ്പോഴാണെങ്കിൽ രാത്രി 8 മണി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് തിരിച്ചു പോകാം. പക്ഷെ ബസ്സാകുമ്പോൾ ബസ്സിൻ്റെ സമയവും സാഹചര്യമൊക്കെ നോക്കണമല്ലോ. ഇപ്പോൾ 6 മണി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സമയം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് പറഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യാത്രയെന്ന് പറയുന്നത് നമുക്കൊരു ഹരമാണല്ലോ. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വന്നു. ഭാവി എന്നാണ്ടാക്കുവോ? കടലത് കൊണ്ടുപോകാൻ നോക്കാനാണോ? അപ്പൂസ് കുറച്ച് നേരമായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. ഒരു പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങനെ വള്ളത്തിലിരുന്ന് വല ഇങ്ങനെ തിരിച്ച് കയറ്റുക. രാവിലെ മറ്റോ ഇട്ടതാന്ന് തോന്നുന്നു, വല ഇട്ടതാണ്. ഇപ്പം പുള്ളി വല തിരിച്ചെടുക്കുകയാണ്. അപ്പം അതിനകത്തൊക്കെ മീനുണ്ട്. ആണ്ടാണ്ടാണ്ട കാണാം കേട്ടോ. അതിനകത്ത് മീനുണ്ട്. അടിപൊളി. ന്യായമായിട്ടും സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ആ വല തിരിച്ച് ആ ബോട്ടിലേക്ക് കയറ്റാൻ നല്ല സമയമെടുത്തു.
കുറച്ച് മുമ്പേ വള്ളത്തിലേക്ക് വല വലിച്ചു കയറ്റിയ അപ്പച്ചനാണത് ഇങ്ങേ അറ്റത്ത് വലിച്ചു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ്റെ ബോട്ട് കരക്കടുപ്പിച്ചപ്പം എല്ലാവരും കൂടി സഹകരിച്ചു കേട്ടോ. അപ്പം അതിനകത്ത് ധാരാളം മീനുണ്ടാവും. കുറച്ച് മുമ്പേ ഒരു ചാകര എന്നൊക്കെ ഇതിന് പറയാവുമെന്നറിയത്തില്ല, ഒരു തിര വന്ന സമയത്ത് ഒരുപാട് മീനുകൾ കരക്കോട്ട് കയറിയതാണ്. നമുക്ക് ബീച്ചിൽ തിരിച്ചു പോകാനുള്ള സമയമായി. 6 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ചാൽ മാത്രമേ നമ്മൾ കൃത്യസമയത്ത് ബസ് കിട്ടി വീട്ടിലെത്തുകയുള്ളൂ. ഈ ബീച്ചിൽ നിന്ന് കുറച്ച് ദൂരം നടക്കണം നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തണമെങ്കിൽ. അവിടെ നിന്ന് ബസ് കിട്ടി ചങ്ങനാശ്ശേരിയിലെത്തിയിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി കറുകച്ചാലിലെത്തണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കണം. ധാരാളം കമൻറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല കമൻറ്റുകൾ ഉണ്ടാകണം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം. ആണോ? അപ്പം വൈകുന്നേരമായി, 5 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല, നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് സമയം ഞങ്ങളിവിടെ കറങ്ങും. വെട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വ്ളോഗിൽ നമ്മൾ കാണും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അർത്തുങ്കൽ കടപ്പുറം കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു വേഗത്തിൽ ഇങ്ങ് പോവുക. ജനുവരി മാസം അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ ആ സമയത്ത് വലിയ തിരക്കൊക്കെ ആയിരിക്കും, ഭയങ്കര ആഘോഷമാണ്. ഈ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് ചിന്തിക്കടകളും ഒക്കെയാണ്. കഴിഞ്ഞ വർഷത്തെ ഈ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാളിന് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഉത്സവ ലഹരി എന്താണെന്ന് നമുക്കറിയാം. ഒരാഴ്ച അടിപൊളിയാണ് ഇവിടെ. അപ്പം വരിക, നല്ല ഉഗ്ര സ്ഥലമാണ്, ഏറെ സ്പേസ് ഉള്ള ഒരു ബീച്ചാണ്. അധികം ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ഇപ്പോൾ വലിയ ആൾത്തിരക്കുമില്ല. വളരെ സുഖമായിട്ടിരുന്ന് പോകാവുന്ന, വളരെ മനോഹരമായിട്ടുള്ള, നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം വീഡിയോ മുഴുവൻ കണ്ടതിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗാദി സ്റ്റുഡിയോസിൻ്റെ വക എല്ലാവർക്കും നന്ദി, നമസ്കാരം.